മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോന്നാണ് ഇറങ്ങിക്കോളും. അമ്മേ, എന്തുകൊണ്ടാണ് 2024 നമ്മൾ വേടനെ കുറിച്ചൊന്നും പറയാഞ്ഞത്? വേടൻ റേപ്പ് കേസിൽ പെട്ടപ്പോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ 2017 ഒരു ക്രിമിനൽ പറയുകയാണ്, ഇന്നാൾ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. കേരള സമൂഹം ദിലീപിനെ തള്ളി പറഞ്ഞു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ മലയാളത്തിലെ പല നടന്മാർക്കെതിരെയും ഇതേ ആരോപണം വന്നു. വേടന് സമാനമായി വന്ന ആരോപണമാണ്. വേടനെതിരെയും ഇത്തരത്തിലൊരു ആരോപണം വന്നിട്ടുണ്ട്. പക്ഷേ വേടൻ ഇത് ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന ഒരു വിഭാഗം ഇപ്പുറത്തുണ്ട്. മാപ്പ് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചായിരുന്നു ന്യായീകരണം. ഇത്രയും വിധികളായ മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അയാൾ എന്ന് പറയുന്ന കലാകാരൻ നമുക്ക് നാളിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. എപ്പോഴാണ് നമുക്കിത് തോന്നിയത്? ഇപ്പം റീസെന്റ് ആയിട്ടുള്ള ഒരു കഞ്ചാവ് കേസിൽ അയാൾ പിടിക്കപ്പെടും. അയാളുടെ കഴുത്തിൽ പുലിപ്പല്ല് കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടാമത് ഫോറസ്റ്റ് ഒരു കേസ് എടുത്തപ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നത്. ദളിതനെ സർക്കാർ പീഡിപ്പിക്കുകയാണോ? നിനക്ക് പിടിച്ചില്ലേ? ഇല്ല. അപ്പോൾ പുറത്തിറങ്ങിയ വേടൻ നോക്കിയപ്പോൾ തനിക്ക് മുൻപെങ്കും കിട്ടാത്ത വിധം, തന്റെ പരിപാടിക്ക് മുമ്പില്ലാത്ത വിധം ആൾക്കാർ വരുന്നു, മുൻപ് കിട്ടാത്ത വിധം സ്വീകാര്യത കിട്ടുന്നു. ഞാനിപ്പോ അങ്ങ് വിചാരിച്ചേ ഉള്ളൂ. ഓരോരോ ഭാഗ്യം വരുന്ന വഴികളെ കിട്ടിയതിന്റെ കാരണം ഈ ജാതി കാർഡ് സോഷ്യൽ മീഡിയയിൽ അയാൾക്ക് അനുകൂലമായിട്ട് ഏതോ ഒരു വിഭാഗം ഉപയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. നിന്റെ കാര്യത്തിൽ തീരുമാനം. പക്ഷെ പുറത്തിറങ്ങിയ വേടൻ പാട്ട് പറച്ചിൽ, പാട്ട് കല എന്നത് മാറ്റി വേടൻ പിന്നീട് പറയാൻ തുടങ്ങിയത് രാഷ്ട്രീയമാണ്. അവിടെയാണ് അപകടങ്ങൾ വന്നു പറയുന്നത്. ഒന്ന് ആലോചിക്കണേല് എവൻ പറയണേലും ഒരു കാര്യമില്ലാതില്ല. മാറ്റി വേടൻ രാഷ്ട്രീയം പറയാൻ തുടങ്ങി. വേടൻ അവിടെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ഈ ദളിതരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമനെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ജയ് ശ്രീറാം വിളിക്കുന്നത് കൊലപാതകികളാണ്. കൊലപാതകത്തിന് മുമ്പ് വിളിക്കുന്ന വിളിയെന്നാണ് ജയ് ശ്രീറാമിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. എന്റെ സ്വഭാവം നിനക്കറിയാൻ പാടില്ലേ? ഇത് തിരിച്ച് ഞാൻ വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം ഞാൻ ചോദിക്കാം. ഒരു കേരളത്തിൽ 5 നേരം കേൾക്കുന്ന വാക്കാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന വാക്ക്. എത്രയോ തീവ്രവാദികൾ ഈ ഒരു പദത്തെ കൊലപാതകത്തിന് മുമ്പും ടെററിസം ആക്ടിവിറ്റീസിന് മുമ്പും ഇങ്ങനെ വിളിച്ചിട്ട് പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കേരളത്തിൽ ഓരോ ദിവസങ്ങളിലും 5 നേരം ബാങ്കിൽ ഇത് വിളി മുഴങ്ങുന്ന ഉടനെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ വന്നിരുന്നു പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ചുമ്മാ ചിന്തിച്ചു നോക്കൂ. കാണിച്ചു തരാടാ. എന്ത് കാണാൻ എല്ലാരും കണ്ടില്ലേ? ദളിതരുടെ DNA-യിൽ പഠിക്കാനുള്ള ഇല്ല എന്ന് പറയുന്നു. ആ വിവരം കെട്ട അരുൺകുമാർ എന്ന് പറയുന്ന അയാൾ പ്രൊഫസറാന്നാ പറയുന്നത്. കറക്റ്റ് എന്ന് ആ ഇന്റർവ്യൂ ഒന്ന് ലോകത്ത് ആരെന്തോ പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാത്ത അരുൺകുമാർ ഇളിച്ചോണ്ട് ഇയാളിത് പറയുമ്പോൾ പറയാണ് കറക്റ്റാണ്. എന്റെ നാട്ടിൽ ദളിത് വിഭാഗത്തിലുള്ള ഒരു SI വന്നാൽ അവിടുത്തെ ബ്രാഹ്മണൻ അയാളുടെ മുന്നിൽ പോയിട്ട് എന്താ സാറേ എന്ന് ചോദിക്കൂ. അതിന് വേണ്ടിയിട്ട് വളരുക എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഞാൻ ദളിതനാണ്, നീ നായരാണ്, നീ മറ്റവനാണ്, ആണേൽ എനിക്കൊരു കോപ്പുമില്ല എന്നൊന്നും പറഞ്ഞ് പാടിക്കൊണ്ട് നടക്കുകയല്ല വേണ്ടത്. എതിർത്ത ആൾക്കാരെയൊക്കെ കൊണ്ട് തന്നെ കൈയടിപ്പിച്ച് തിരിച്ചിറങ്ങി വന്നതിന് ശേഷമാണ് ഞാൻ ശമ്പളവും പൈസയും കൂട്ടി മേടിച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനത്തിന് ഞാൻ പണം വാങ്ങാൻ തുടങ്ങിയത്. വേടനെ സംബന്ധിച്ച് വേടൻ പുതിയതായിട്ട് ഒരു പാട്ടും ചെയ്ത് ഹിറ്റാക്കിയിട്ടല്ല കാശ് കൂട്ടിയത്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഹിറ്റായതൊക്കെ തന്നെ ഈ കേസിന് മുന്നേ ആയിരുന്നു. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. അദ്ദേഹത്തെ ജനം സ്വീകരിച്ചതൊക്കെ തന്നെ ഈ കേസിന് മുന്നേ തന്നെ ഓൾറെഡി വലിയൊരു ഓഡിയൻസ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള, സ്വീകാര്യനായിട്ടുള്ള, കേരളത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന റാപ്പറായിരുന്നു. അപ്പം ഇവൻ എന്നെ കൊണ്ട് പോകുന്ന തോന്നുന്നു. ആ വേടൻ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട് പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം റേറ്റ് കൂട്ടുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? രോഹന്റെ അടിസ്ഥാന രോഹൻ പറ. ഇപ്പൊ രാമനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. രാമനെ അറിയില്ലെന്ന് പറയേണ്ട കാര്യം എന്താണ്? അപ്പൊ അത് ആരെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം. ഇപ്പൊ എന്നോടൊരു അഭിപ്രായം ചോദിക്കണം, ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിൽ എന്താണ് അഖിലിന്റെ അഭിപ്രായം? എന്നെ സംബന്ധിച്ച് ഇത് 2 രാജ്യങ്ങൾ മാത്രമാണ്. പക്ഷെ വേടനെ സംബന്ധിച്ച് അവിടെ കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയാണ്. കേരളത്തിൽ ഏത് മാറ്ററാണോ ഇവിടെ ഏറ്റവും കൂടുതൽ ആളിക്കത്തി ചർച്ചയായിട്ടുള്ളത്, ആ മാറ്ററുകളെല്ലാം കൃത്യമായ രാഷ്ട്രീയത്തിലൂടെ പറഞ്ഞ് അവതരിപ്പിക്കുകയാണ്. എനിക്ക് അത്ര ചിരിയൊന്നും വരുന്നില്ല. മോദിക്കെതിരെ വേടൻ 1000 പ്രാവശ്യം പറഞ്ഞോ? പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ 100% അനുകൂലിക്കാം. സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ആണ് വേടൻ പറയുന്നതെങ്കിൽ ഒരു കുഴപ്പമുള്ള കാര്യമല്ല. ഇതൊരു നടക്ക് പോണ മാതിരില്ല. പക്ഷേ
സംഘപരിവാർ വിരുദ്ധ ശക്തികളെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ബോധപൂർവം ഇപ്പം ദളിതരെ നമ്മൾ ഇവിടുന്ന് രക്ഷിക്കണം, ഈ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ജാതീയ കാഴ്ചപ്പാടുകൾ ഇല്ലാതാക്കണം, അതിന് മാർഗനിർദ്ദേശങ്ങൾ ഇവിടെ ആരെങ്കിലും ഒരുത്തൻ മുന്നോട്ട് വെച്ചതായിട്ട് നിങ്ങൾക്കറിയാമോ? എനിക്കതാ മനസ്സിലാകാത്തത്. ഇവിടെ പുരോഗമനം പറഞ്ഞ് ജാതിയുടെ പേരും പറഞ്ഞ് പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ പേരും പറഞ്ഞ് അടിച്ചമർത്തപ്പെട്ടവന്റെ പേരും പറഞ്ഞ് മുതലാക്കുന്നതല്ലാതെ ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഇത് മാറ്റാൻ വേണ്ടിയിട്ട് 68 വർഷമായില്ലേ നമ്മൾ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം? ഈ നാളിതുവരെ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു നിർദ്ദേശം ഇവിടെ ആരെങ്കിലും പറഞ്ഞു? മുതലാളിയുടെ തലയിൽ ഇടുത്തി വിടില്ലേ എന്ന് പ്രാർത്ഥിച്ചതാ. പോടേ